5 മിനിറ്റ് വീട്ടിൽ തന്നെ ഒന്ന് ചിലവിട്ട് കഴിഞ്ഞാൽ നമുക്ക് നടക്കുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവായ കുറച്ച് വ്യായാമങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ചെയ്താൽ മതി. നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ആവും, അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡിയുടെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോഡി നന്നായിട്ട് വാം ആകാനായിട്ടും ഈ വ്യായാമങ്ങൾ നിങ്ങളെ വളരെ അധികമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് വീഡിയോയ്ക്കൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം. നിങ്ങൾ പ്ലാങ്ക് പോസിൽ വരിക. ഇതുപോലെ പ്ലാങ്ക് പോസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ വലതുകാൽ അല്ലെങ്കിൽ ഇടതുകാൽ ഇതുപോലെ മുമ്പോട്ട് കയറ്റി വെക്കുക. പറ്റുന്നത്ര കയറ്റി വെക്കാം. അതിനുശേഷം നമ്മുടെ വലതുകൈയുടെ സെയിം കാലിന്റെ കൈ തലയിൽ വെച്ചിട്ട് ഇതുപോലെ മുട്ടുകൈ നിലത്ത് മുട്ടിക്കാൻ നോക്കുക. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് ഇതുപോലെ അപ്പ് ചെയ്യുക. കഴിയുന്നത്ര വീണ്ടും മുട്ടുകൈ നിലത്ത് മുട്ടിക്കാൻ നോക്കുക. ഇതുപോലെ നമ്മൾ റൈറ്റ് സൈഡ് 5 റൗണ്ട്. അതിനുശേഷം കാല് നമ്മൾ ചേഞ്ച് ചെയ്ത് ഇടതുകാല് മുമ്പോട്ട് വെച്ച് അതിനുശേഷം ഇടതുകൈ തലയിൽ വെച്ച് ഇതുപോലെ മുട്ടുകൈ നിലത്ത് വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് ഇടതുകൈ ഉയർത്തുക. ഇതുപോലെ ഇടതുകൈയും 5 റൗണ്ട്. ഇങ്ങനെ നമ്മൾ മാറി മാറി റൈറ്റ് സൈഡ് ആദ്യം ഒരു 5 റൗണ്ട് ചെയ്യും, അതിനുശേഷം ലെഫ്റ്റ് സൈഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷൻ ചെയ്യാം. നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം പ്ലാങ്ക് പോസിൽ വരിക. നമുക്ക് ആരംഭിക്കാം. വലതുകാല് 2 കൈകളുടെയും നടുക്ക് വെക്കുക. നിങ്ങൾക്ക് പറ്റുന്നിടത്ത് വെക്കാം. അതിനുശേഷം വലതുകൈ തലയിൽ വെക്കുക. ഇനി കൈമുട്ട് നിലത്ത് വെക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈ ഉയർത്തുക. ആവുന്നത്ര ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക. എക്സേൽ ഡൗൺ 1 റൗണ്ട്. ഇൻഹേൽ അപ്പ്, മുകളിലോട്ട് നോക്കുക. എക്സേൽ ഡൗൺ 2 റൗണ്ട്. മുട്ടുകൈ നിലത്ത് മുട്ടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈ ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് ഡൗൺ ചെയ്യുക. 3 റൗണ്ട്. ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക, മുകളിലോട്ട് നോക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ഡൗൺ ചെയ്യുക. 4 റൗണ്ട്. ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക, മുകളിലോട്ട് നോക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ഡൗൺ. മുട്ടുകൈ നിലത്ത് മുട്ടിക്കുക. ഇപ്പോൾ 5 റൗണ്ടായി. ഇനി നിങ്ങൾ വലതുകൈ നിലത്ത് വെക്കുക. അതിനുശേഷം വലതുകാൽ പിന്നോട്ട് വെച്ച് പ്ലാങ്ക് പോസിൽ വരിക. പ്ലാങ്ക് പോസിൽ അല്പനേരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഇനി ഇടതുകാൽ മുന്നോട്ട് വെക്കുക. ആവുന്നത്ര മുന്നോട്ട് വെക്കാം. ഓവറായിട്ട് നിങ്ങൾ സ്ട്രെച്ച് ചെയ്യണമെന്നില്ല. ഇനി ഇടതുകൈ നിങ്ങളുടെ തലയിൽ വെക്കുക. ഇനി കൈമുട്ട് നിലത്ത് മുട്ടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഇൻഹേൽ അപ്പ്. ശ്വാസം വിട്ടുകൊണ്ട് മുട്ടുകൈ നിലത്ത് മുട്ടിക്കുക. 1 റൗണ്ട്. ശ്വാസം എടുത്തുകൊണ്ട് അപ്പ് ചെയ്യുക. ശരിക്കും ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് ഡൗൺ ചെയ്യുക. 2 റൗണ്ട്. ശ്വാസം എടുത്തുകൊണ്ട് അപ്പ് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് ഡൗൺ ചെയ്യുക. 3 റൗണ്ട്. ശ്വാസം എടുത്തുകൊണ്ട് അപ്പ് ചെയ്യുക. ശരിക്കും ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് ഡൗൺ ചെയ്യുക. 4 റൗണ്ട്. അവസാന റൗണ്ട് ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് ശരിക്കും അപ്പ് ചെയ്യുക. ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് ഡൗൺ ചെയ്ത് മുട്ടുകൈ നിലത്ത് മുട്ടിക്കുക. ഇപ്പോൾ 5 റൗണ്ടായി. ഇനി ഇടതുകൈ നിലത്ത് വെച്ച് നിങ്ങൾ വീണ്ടും പ്ലാങ്ക് പോസിൽ വരിക. അല്പസമയം വെയിറ്റ് ചെയ്യാം. ടയർഡാണെങ്കിൽ നിങ്ങൾ റിലാക്സ് ചെയ്യുക. നമ്മൾ നിന്നുകൊണ്ടുള്ളൊരു വ്യായാമമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കാല് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. ഇതുപോലെ ഒരു 3 ഫുട്ട് ഡിസ്റ്റൻസ്, അതായത് 1, 2, 3, 3 ഒരു അല്പമോ നിങ്ങൾക്ക് കൂടുതൽ വെക്കാം. ഇതുപോലെ, അല്ലെങ്കിൽ 3 മതിയാവും. ഇനി 2 കൈകളും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് കൈ ശരിക്കും ഓപ്പൺ ആക്കി പിടിക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ശ്വാസം വിട്ടുകൊണ്ട് നിങ്ങൾ വലതുകൈ ഇതുപോലെ ഇടതുകാലിന്റെ സൈഡിൽ ഇതുപോലെ തൊടാൻ നോക്കുക. മുകളിലോട്ട് നോക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് അപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇടതുകൈ ഇതുപോലെ വലതുകാലിന്റെ വലതു സൈഡിൽ തൊടാൻ നോക്കുക. മുകളിലോട്ട് നോക്കുക. അപ്പ് ചെയ്യുക ഇതുപോലെ. അതിനുശേഷം നിങ്ങൾ റിലാക്സ് ആവുക.
നമ്മൾ ഈ ഒരു പൊസിഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്കിത് റൈറ്റ് സൈഡ് ഒരു 5 തവണ, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് 5 തവണ, ടോട്ടൽ 10 തവണ. അപ്പൊ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നിങ്ങൾ നിൽക്കുക, ഇതുപോലെ കാല് ഒരു 3-4 ഫുട്ട് ഡിസ്റ്റൻസിൽ വെക്കുക, കൈകൾ സെപ്പറേറ്റ് ചെയ്യുക. ഇനി ശ്വാസം വിട്ടുകൊണ്ട് വലതു കാൽഭാഗത്ത് ഇടത് കാൽഭാഗത്ത് തൊടാൻ നോക്കുക, മുകളിലോട്ട് നോക്കുക, നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക. ഇടത് കൈ വലതു കാലിന്റെ ഭാഗത്ത് തൊടാൻ നോക്കുക, മുകളിലോട്ട് നോക്കുക, ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക. ഇപ്പോൾ 2 റൗണ്ടായി. ഇനി വലതു കൈ ഇടത് കാലിന്റെ ഭാഗത്ത് തൊടാൻ നോക്കുക, മുകളിലോട്ട് നോക്കുക, അപ്പ് ചെയ്യുക. 3ാമത്തെ റൗണ്ട്. ഇനി ഇടത് കൈ വലതു കാലിന്റെ ഭാഗത്ത് തൊടാൻ നോക്കുക, മുകളിലോട്ട് നോക്കുക, അപ്പ് ചെയ്യുക. 4 റൗണ്ട്. വലതു കൈ ഇടത് വശത്ത് തൊടാൻ നോക്കുക, മുകളിലോട്ട് നോക്കുക, ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക. 5 റൗണ്ട്. ഇടത് കൈ വലതു കാൽ ഭാഗത്ത് തൊടാൻ നോക്കുക, അപ്പ് ചെയ്യുക. 6 റൗണ്ട്. വലതു കൈ ഇടത് വശത്ത് തൊടാൻ നോക്കുക, മുകളിലോട്ട് നോക്കുക, 7 റൗണ്ട്. അപ്പ് ചെയ്യുക. ഇനി ഇടത് കൈ വലതു കാൽ ഭാഗത്ത് തൊടാൻ നോക്കുക, വലതു സൈഡിൽ അപ്പ് ചെയ്യുക. 8 റൗണ്ട്. ലാസ്റ്റ് റൗണ്ട്. വലതു കൈ ഇടത് വശത്ത് തൊടാൻ നോക്കുക, മുകളിലോട്ട് നോക്കുക, നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. നിങ്ങൾ ഒരല്പസമയം ഹോൾഡ് ചെയ്യുക. ഇത് ഹിപ്പിലെ കൊഴുപ്പ് കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ഇനി ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക. ഇനി ഇടത് കൈ വലതു സൈഡിൽ തൊടാൻ നോക്കുക, മുകളിലോട്ട് നോക്കുക, നന്നായിട്ട് വലത് ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക, അല്പസമയം ഹോൾഡ് ചെയ്യുക. ശരിക്കും ഹിപ്പിലെ ഫാറ്റ് ബേൺ ചെയ്യുന്ന ഒരു ഫീലിംഗ് കിട്ടണം. ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ 2 സൈഡും 5 റൗണ്ട് വെച്ച് 10 റൗണ്ട് ചെയ്തു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൊസിഷൻ ഒരു 10 റൗണ്ട് കൂടി നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. നിങ്ങൾ മാറ്റിൽ കിടക്കുക ഇതുപോലെ. അതിനുശേഷം കാലടുപ്പിച്ച് വെക്കുക. 2 കൈകളും അരക്കെട്ടിന് സമീപം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ കാല് ശരിക്കും അപ്പ് ചെയ്ത് അതിനുശേഷം ബെൻഡ് ചെയ്ത് ഇതുപോലെ നിലത്ത് മുട്ടാതെ കാല് സ്ട്രെച്ച് ചെയ്യും. ഇതുപോലെ തന്നെ 5 റൗണ്ട് നമ്മൾ ചെയ്ത ശേഷം ഓപ്പോസിറ്റ് സൈഡ് കാല് ബെൻഡ് ചെയ്ത് ചെസ്റ്റിന് നേരെ കൊണ്ടുവന്ന് കാല് അപ്പ് ചെയ്ത് ഡൗൺ ചെയ്യും. ഈ ഒരു പൊസിഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് 5ഉം 5ഉം 10 റൗണ്ട് നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ടയേർഡ് ആവുമ്പോൾ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. കഴിവതും കാല് നിലത്ത് മുട്ടിക്കാതെ ചെയ്യാൻ ശ്രമിക്കുക. പറ്റുന്നില്ലെങ്കിൽ കാല് നിലത്ത് മുട്ടിക്കാം. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. മാറ്റിൽ കിടക്കുക. ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. കാലുകൾ ഉയർത്തുക. മാക്സിമം ഹാൻഡ് എക്സൈൽ ചെയ്യുക. കാല് മടക്കുക. ഇനി സ്ട്രെച്ച് ചെയ്യുക. കാല് നിലത്ത് മുട്ടിക്കാതെ 1 റൗണ്ട്. കാല് അപ്പ് ചെയ്യുക. മാക്സിമം ബെൻഡ് ചെയ്യുക. ചെസ്റ്റിന് നേരെ ശ്വാസം വിടുക. ഇനി കാല് സ്ട്രെച്ച് ചെയ്യുക നിലത്ത് മുട്ടിക്കാതെ. കാല് അപ്പ് ചെയ്യുക. മാക്സിമം ബെൻഡ് ചെയ്യുക. എക്സൈൽ ചെയ്യുക. കാല് സ്ട്രെച്ച് ചെയ്യുക. മാക്സിമം 3 റൗണ്ടായി. കാല് അപ്പ് ചെയ്യുക. മാക്സിമം ബെൻഡ് ചെയ്ത് ശ്വാസം വിടുക. കാല് സ്ട്രെച്ച് ചെയ്യുക. മാക്സിമം 4 റൗണ്ടായി. കാല് അപ്പ് ചെയ്യുക. മാക്സിമം എക്സൈൽ ചെയ്യുക. ബെൻഡ് ചെയ്യുക. ഇനി കാല് സ്ട്രെച്ച് ചെയ്യുക. ഇപ്പോൾ 5 റൗണ്ടായി. ഇനി ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയ്യാം. കാല് ബെൻഡ് ചെയ്യുക. ചെസ്റ്റിന് നേരെ മാക്സിമം ബെൻഡ് ചെയ്യുക. ശ്വാസം വിടുക. ഇനി കാല് അപ്പ് ചെയ്യുക. ഡൗൺ ചെയ്യുക. 1 റൗണ്ടായി. 4 റൗണ്ട് കൂടി. കാല് ബെൻഡ് ചെയ്യുക. ശ്വാസം വിടുക. ഇനി കാല് അപ്പ് ചെയ്യുക. ഇനി കാല് ഡൗൺ ചെയ്യുക. ശ്വാസം എടുക്കുക. കാല് നിലത്ത് മുട്ടിക്കരുത്. കാല് ബെൻഡ് ചെയ്യുക. ശ്വാസം വിടുക. അപ്പ് ചെയ്യുക. ഇനി കാല് ഡൗൺ ചെയ്യുക. 3 റൗണ്ടായി. കാല് ബെൻഡ് ചെയ്യുക. മാക്സിമം ആൻഡ് ശ്വാസം വിടുക. കാല് അപ്പ് ചെയ്യുക. ഇനി ഡൗൺ ചെയ്യുക. 4 റൗണ്ടായി. ബെൻഡ് ചെയ്യുക. ശ്വാസം വിടുക. കാല് അപ്പ് ചെയ്യുക. അതിനുശേഷം കാല് ഡൗൺ ചെയ്യുക. 1 റൗണ്ട് കൂടി ചെയ്തിട്ട് നിർത്താം. കാല് ബെൻഡ് ചെയ്യുക. ശ്വാസം വിടുക. ചെസ്റ്റിനെ മുട്ടിക്കാൻ നോക്കുക. ഇനി കാല് അപ്പ് ചെയ്യുക. ഇനി ഡൗൺ ചെയ്യുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾ ടയർഡ് ആയിട്ടില്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ നിങ്ങൾക്കൊരു 5-10 റൗണ്ട് കൂടി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റിൽ റിലാക്സ് ആയിട്ട് കിടക്കാം.
റിലാക്സ് ആകുമ്പോൾ നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടാൻ ട്രൈ ചെയ്യുക.